സ്വഭാവമല്ല. റസൂലുള്ള പറഞ്ഞു അള്ളാഹു അനുവദനീയമാക്കിയ കാര്യത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് തലാഖാണ്. ഒരാൾക്ക് നിവൃത്തി ഇല്ലാതെ വന്നാൽ തലാഖ് ചൊല്ലാം. ഭാര്യ ദുസ്വഭാവമാണ്, തലാഖ് ചെല്ലാം. പക്ഷെ തലാഖ് ചെല്ലുന്നത് അള്ളാഹ്ക്ക് തൃപ്തിയില്ല കാര്യത്തിൽ. ഇന്ന അബ്അൽ ഹലാലി ഇൻദല്ലാഹി തലാഖ്, പരമാവധി ഒഴിവാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഭർത്താവാകണം. ഇൻഷാ അല്ലാഹ് ആവൂലേ? ഇൻഷാ അല്ലാഹ് ആവൂലേ? അതിനെന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞ ഭാര്യ നമുക്ക് നാളെ പറയാം, മതിയോ? ഇന്ന് ഭർത്താവിനെ കുറിച്ച് പറയാം. ഖുർആനിലെ ഭാര്യ നാളെ. പിന്നെ വിഷയം തീരാതെ വരും. ഖുർആൻ പറഞ്ഞ ഭർത്താവാകാൻ എന്ത് ചെയ്യണം? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഈ മതിയല്ലേ മുതിയല്ലേ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഒരാൾ മതി എന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം നാളെ വെള്ളിയാഴ്ച അല്ലേ. ഖുർആനിലെ ഭർത്താവ്. തൽക്കാലം നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളെ പരിചയപ്പെടാം. അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികൾ ആരാ? അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയ റളിയല്ലാഹു അൻഹ എന്നൊന്നും പറയല്ലേ. ആരാ? അള്ളാന്റെ റസൂലും ആയിഷ ബീവി. അള്ളാന്റെ റസൂലും ആയിഷ ബീവിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലും ആയിഷയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു അതറിയണമെങ്കിൽ അത് പറഞ്ഞാലും തീരാത്തൊരു ജീവിതമാണ്. അള്ളാന്റെ റസൂല് ഭർത്താക്കന്മാര് കേൾക്കാനാണ് ഈ പറയുന്നത്. അള്ളാന്റെ റസൂല് നല്ല നിലാവുള്ള രാത്രിയിൽ, എന്റെ സഹോദരങ്ങളെ, ജീവിക്കാവൊന്നും വേണ്ട, ഒരു ചെറ്റക്കുടില് ഓലപ്പെര ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു കൂലിപ്പണിക്കാരനായിക്കൊള്ളട്ടെ. ചില ഭാര്യമാര് പറയും, പൊന്നുസ്താദെ കഞ്ഞിയും കപ്പയും ആണെങ്കിലും തേണ്ടില്ല, തിന്നിട്ട് ജീവിച്ചോളാം. അയാൾക്ക് എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ. എല്ലാ ഭാര്യമാരുടെയും പരാതി അതാണ്. ഭർത്താക്കന്മാരുടെ പരാതി എന്താ? അവക്ക് പൊന്നും പണ്ടോ ഒന്നും വേണ്ട, ഒരു ഇത്തിരി സ്നേഹം എന്നോടുണ്ടെങ്കിൽ. സ്നേഹമാണ് മഹിതമായ വികാരം. സ്നേഹമാണ് അഖില സാരമൂഴി. സ്നേഹത്തിന് അല്ലാഹ് പറഞ്ഞു വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ പരസ്പര ബന്ധവും കാരുണ്യവും ഉണ്ടാകും. ഖുർആൻ സൂറത്തുർ റൂം. ഈ ബന്ധം എന്താ? അള്ളാഹുവിന്റെ റസൂല് ഒരു ചെറ്റക്കുടിലിൽ മദീനയിലെ 8 മുഴം വീതി 10 മുഴം നീളം ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത്. ഈ നാട്ടിൽ കാണൂലല്ലോ അങ്ങനെ ഒരു കൊച്ചു കൂര. ആ കൂരയില് സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന, റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ തല കുനിച്ചിട്ടാണ് ഞാൻ കയറിപ്പോയത്. വാതിൽ അത്രയ്ക്ക് ചെറുത, പൊക്കമില്ലാത്തൊരു വീട്, ഒരു കൊച്ചു വീട്. ആ കൊച്ചു വീട് ദുനിയാവിലെ സ്വർഗമായിരുന്നു ആയിഷയ്ക്ക് നബി അങ്ങക്ക് റളിയല്ലാഹു. എങ്ങനെ സ്വർഗമാക്കി? നമ്മുടെ വീടിനെ സ്വർഗമാക്കേണ്ടതാരാ? നമ്മളാണ്. ആ കൊച്ചു കൂരയുടെ മുമ്പിൽ നല്ല നിലാവുള്ള രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്ന പുണ്യമായ 14-ാം രാവിൽ അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു. ആയിഷ ബീവി നബിതങ്ങളും സന്ധ്യാസമയത്ത് ആയിഷയുടെ മടിയിൽ തലവെച്ച് ലോകത്തിന്റെ വെളിച്ചം കിടക്കുകയാണ്. ആയിഷയുടെ ഖുർആനിലെ ഭർത്താവാണ് പറയുന്നത്. ഖുർആനിലെ ഭാര്യ നാളെ ഇൻഷാ അല്ലാഹ് വന്നോളി. ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് അള്ളാന്റെ റസൂല് മാനം നോക്കി കിടക്കുമായിരുന്നു. കിടക്കുന്ന റസൂൽ ആയിഷാബിയോട് കടങ്കഥ ചോദിക്കുമായിരുന്നു. ഹദീസാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ വീട്ടിലെ നബിയങ്ങൾ ആകാശത്തെ നക്ഷത്രത്തെ കണ്ടിട്ട് ചോദിച്ചു, ആയിഷ ഈ നക്ഷത്രത്തെ എണ്ണാൻ പറ്റുമോ? ആയിഷ പറഞ്ഞു, ഇല്ല നബിയെ, ഈ നക്ഷത്രത്തിന്റെ അത്രയും എണ്ണത്തില് തുല്യമായ സൽക്കരം ചെയ്ത സഹാബാക്കൾ അങ്ങേ കൊണ്ടോ നബിയെ? ആയിഷയുടെ ചോദ്യം. അള്ളാന്റെ റസൂലിന് ഉണ്ടല്ലോ ആയിഷ. റസൂലുള്ളാഹിയുടെ വാർത്ത കേട്ടപ്പോൾ ആയിഷ ബീവി ചാടി എഴുന്നേറ്റ് വലിയ ആഗ്രഹത്തോടെ ചോദിച്ചു, ആരാ നബി അത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉമറാണ് ആയിഷ. എഴുന്നേറ്റ് അതേ വോയിസിൽ ആയിഷ ബീവി നിരാശയോടെ കിടന്നു. കാരണം തന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖിന്റെ പേര് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പിലാത്തി ചോദിച്ചത്. ആകാശത്തെ നക്ഷത്രത്തിന്റെ അത്ര എണ്ണം, അത്രയും സൽക്രമം ചെയ്ത് ആരെങ്കിലും അങ്ങയുടെ സഹാബത്തിലുണ്ടോ നബി? മടിയിൽ തലവെച്ച് കിടന്നിട്ട് ചോദിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഉണ്ടല്ലോ ആയിഷ. ആയിഷയ്ക്ക് സന്തോഷമായി. കാരണം ആരാ അത്? അത്രയും സൽക്രമം. അബൂബക്കർ റളിയല്ലാഹു ആരാ? ആയിഷയുടെ വാപ്പയാണ്. അപ്പൊ എന്റെ വാപ്പയുടെ പേര് റസൂലുള്ളാഹി പറയാൻ കേൾക്കാൻ വേണ്ടി മുപ്പലാത്തി ചോദിച്ചു, ആരാ നബി അത്? അള്ളാഹുവിന്റെ റസൂൽ അറിയപ്പോൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി ആരാ? റസൂലുള്ളാഹി പറഞ്ഞു, ഉമറാണ്. ആയിഷ ബി അതെവിടെയാണ്? പിണക്കമായി.
റസൂലുള്ള പറഞ്ഞു, ആയിഷ നീ വിഷമിക്കണ്ട, നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് ജീവിതത്തിൽ ചെയ്ത 2 സൽക്കർമ്മം ഉമറിന്റെ മുഴുവൻ സൽക്കർമ്മത്തെയും എല്ലാം പറ്റുന്നതാ. ആയിഷാവിക്ക് സന്തോഷമായി. അവരുടെ വീടാണ്. ആയിഷാ ബിയുടെ മടിയിൽ തലവെച്ച് റസൂലുള്ള കിടക്കുമായിരുന്നു. നമ്മൾ കിടക്കുവോ? കിടക്കൂ ഉസ്താദെ. ബീഗാലാൻഡിൽ പോകുമ്പോ അത് സുന്നത്തില്ല. സഹോദരങ്ങളെ കണ്ടെത്തണം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹമാണ്. ചില ആളുകൾ എന്താണെന്നറിയാവോ, എനിക്ക് അള്ളാനെ ഭയങ്കര പേടിയാ, അതുകൊണ്ട് ഞാൻ ഭാര്യയോട് ചിരിക്കത്തില്ല. ചില ആളുകൾ ഈ തക്കുവ കൂടുമ്പോ ഭാര്യയോട് മിണ്ടൂല, മക്കളോട് മിണ്ടൂല. എനിക്ക് അള്ളാനെ ഭയങ്കര പേടിയാ, നരകത്തിന്റെ ചിന്തയേ ഉള്ളൂ, അതുകൊണ്ട് ഈ നരകത്തിന്റെ മടിയിൽ തലവെക്കൂല. അതെന്താ ആത്മീയതയാ? ലോകത്ത് അള്ളാനെ ഏറ്റവും കൂടുതൽ പേടിച്ചതാരാ? നബിതങ്ങളല്ലേ. നരകത്തെ ഏറ്റവും കൂടുതൽ പേടിച്ചത് നബിതങ്ങളല്ലേ. ആ നബിതങ്ങൾ ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടുണ്ട്. എന്റെ സഹോദരൻ, അതിന് പ്രായമൊന്നും തടസ്സമല്ല. അത് എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ നേരെ മുറ്റത്തിറങ്ങിയിട്ട് മടിയിൽ തലവെച്ച് കിടക്കരുത്. അവരവരുടെ സ്വകാര്യതകളിൽ ഇതാകാം എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ജീവിതത്തിൽ സ്നേഹം ഉണ്ടാക്കും. അതുപോലെ തന്നെ റസൂലുള്ള ആയിഷാ ബീവിയും തമ്മിൽ എത്രയോ ഹദീസുകൾ. അള്ളാഹന്റെ റസൂലും ആയിഷാ ബീവി പറയുകയാണ്, അള്ളാഹന്റെ റസൂലും ഞാനും തമ്മിൽ കിടപ്പറ പങ്കിട്ടു. എന്നിട്ട് റസൂലുള്ള കുളിക്കാൻ വേണ്ടി റസൂലുള്ളാക്ക് കുളിമുറിയിൽ ഞാൻ വെള്ളം കോരി വെച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ള കുളിമുറിയിലോട്ട് വന്നത്. ആ സമയത്ത് ഞാൻ വെള്ളം കോരി വെക്കുകയാണ്. അള്ളാഹന്റെ റസൂലിന്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒടിച്ചു. ഞാൻ തിരിച്ച് റസൂലുള്ളാടെ മുഖത്തോട്ട് ഒടിച്ചു. ഞങ്ങൾ രണ്ടുപേരും വെള്ളം കോരി ഒടിച്ച ആ കുളിമുറിയിൽ കിടന്ന് കൊച്ചുകുട്ടികളെ പോലെ തമാശ കളിച്ചുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആരാണിത് നരകമോത്ത് രാത്രിയിൽ കരഞ്ഞ, അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നരകമോചനത്തിന് ചോദിച്ച അള്ളാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യയുടെ അടുക്കൽ വന്നപ്പോ അതുകൊണ്ടല്ലേ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് കസബി, ഒരു കുട്ടിയെ പോലെ ആകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള വെള്ളം കോരി കളിച്ച് നമുക്ക് പറ്റുമോ? അള്ളാന്റെ റസൂൽ ആയിഷാ ബീവിയും തമ്മിൽ ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. ഒരിക്കൽ രണ്ടുപേരും കൂടെ ഓടി. റസൂലുള്ള ജയിച്ചു. ആയിഷാ ബീവിക്ക് സങ്കടമായി, പിണങ്ങി മാറി നിന്നു. അള്ളാന്റെ റസൂലിന്, ആയിഷ നീ പിണങ്ങണ്ട, നമുക്ക് ഒന്നുകൂടി ഓടാം. അള്ളാന്റെ റസൂൽ ആയിഷാ ബീവി കൂടെ രണ്ടാമത് ഒന്നുകൂടി ഓടി. റസൂലുള്ള മനഃപൂർവ്വം തോറ്റുകൊടുത്തു. ആയിഷാ ബീവി ജയിച്ചു. മുഫ്ലിയാത്തിക്ക് സന്തോഷമായി. നാളെ രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടരുത്. അപ്പൊ ഇതെന്താണ്? മനഃപൂർവ്വം തോറ്റുകൊടുത്ത്. ഭാര്യയുടെ അടുത്ത് മനഃപൂർവ്വം തോറ്റു കൊടുക്കണം, അവൾക്കൊരു സന്തോഷം വരട്ടെ. നമ്മൾ മനഃപൂർവ്വം തോറ്റേക്കണം, സന്തോഷം. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് മിണ്ടുന്നില്ല, അവളോട് മിണ്ടാൻ നിങ്ങളൊരു കള്ളം പറഞ്ഞോണം, കുഴപ്പമുണ്ടോ? ഭാര്യ മിണ്ടുന്നില്ല, മിണ്ടിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്യുവോ? ഭാര്യ 2 ദിവസമായിട്ട് മിണ്ടുന്നില്ല. ഭാര്യയുടെ അടുത്തിട്ട് പറഞ്ഞു, നീ ഒന്നും മിണ്ട്, നമുക്ക് ഞായറാഴ്ച പിള്ളേരോടെ വീഗാലാൻഡിൽ പോവാം, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ഞാൻ നിങ്ങളോട് മിണ്ടുകയില്ല. ഭാര്യ പിടിവാശിയിലാണ്. കുറെ കഴിഞ്ഞ് പറഞ്ഞു, നീ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ എനിക്ക് വിഷമമാണു, അതുകൊണ്ട് നീ ഞാൻ നമുക്ക് ആറ്റിങ്ങൽ പോയിട്ട് രാജകുമാരിയിൽ നിന്ന് ഒരു മഴത്തുള്ളിക്കിലുക്കത്തിന്റെ കമ്മലെടുത്ത് തരാമ്പാ. എന്നോട് നിങ്ങൾ മിണ്ടുകയേ വേണ്ട, എനിക്ക് മിണ്ടുന്ന ഇഷ്ടമല്ല, പോകാൻ പറയും, ഓടിക്കും. അങ്ങനെ ഭാര്യ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിണക്കം മാറ്റം ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ അവളിങ്ങനെ പിണങ്ങി മുഖമൊക്കെ ഇത്രയും കലവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് അവളുടെ മുഖത്തിങ്ങനെ നോക്കണം, മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കണം. എന്നിട്ട് പറയണം, അള്ളാണ് നിനക്ക് എന്തോ ഒരു ഗ്ലാമറാ. അപ്പൊ ചോദിക്കാ, നിങ്ങൾ സത്യം പറഞ്ഞാണോ അതോ ഞാൻ മിണ്ടാൻ പറഞ്ഞാണ്? അപ്പ പറയണേനിപ്പുറം ചോദിക്കും, നിങ്ങൾ ഉള്ളതാണോ പറഞ്ഞത് അതല്ല ഇല്ലാത്തതാണോ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു, അബൂബക്കറിന്റെ മോളെ ആയിഷാ ബീവി പിണങ്ങിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, ആയിഷയുടെ മുഖത്തോട്ട് നോക്കും, അബൂബക്കറിന്റെ പൊന്നുമോളെ, എന്റെ കൂട്ടുകാരന്റെ മോളെ, ലോകത്ത് 2 ചന്ദ്രനെയുള്ളൂ, ഒന്ന് ആകാശത്തെ ചന്ദ്രൻ, മറ്റൊന്ന് നിന്റെ കവിളത്തുതിച്ച ചന്ദ്രനാണ് ആയിഷ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു അത്രേ. അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു അത്രേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവര് ജീവിച്ചത് കുടിലല്ലേ, അവര് സന്തോഷമായിട്ട് ജീവിച്ചല്ലോ. അള്ളാഹു നമുക്ക് ആ സ്വഭാവം നൽകട്ടെ. ചില സമയത്ത് ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് 10-40 വയസ്സുള്ള ഭർത്താവിന്റെ അടുക്കലോട് ഭാര്യ ചോദിക്കേ, പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ എന്തോരം സ്നേഹമുണ്ട്, ആ പഴയ സ്നേഹമുണ്ടാ? സ്നേഹം ഒറ്റ ചവിട്ട് വെച്ച് തരും. മക്കളൊക്കെ മോളെ കെട്ടിക്കാറ് അതിന്റെ സ്നേഹം വളക്കാൻ വന്നു.
നമുക്ക് ഭയങ്കര ഗൗരവമാണ് അല്ലേ? എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചടങ്ങേറാക്കിക്കോളി, സുന്നത്താണ്. അള്ളാന്റെ റസൂലിനോട് ആയിഷാ ബീവി ഒരു ദിവസം ചോദിച്ചു, നബിയെ അങ്ങക്ക് എന്നോട് എന്തൂര സ്നേഹമുണ്ട്. ആ സമയത്ത് റസൂലുള്ള എന്ന ഉത്തമനായ ഭർത്താവ്, പറയുന്നതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, റസൂലുള്ള എന്ന ഭർത്താവാണിത്, നമുക്കുമാകാം അങ്ങനെ. ഇതാണ് കുടുംബം, ഇതാണ് കുടുംബം. അല്ലാതെ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം തിരിച്ചു വരുമെന്ന് ചാപ്പാടെടുത്തു, ഭക്ഷണം എടുത്തു പോയി കൈ കഴിച്ചു, ഭക്ഷണം കഴിച്ചു എന്നാടുത്ത് കഴിച്ചു, നേരെ പോയി കട്ടിലോടെ ഒറ്റ കടപ്പ ഉദിയാക്ക് പോത്തിന് അറുക്കായിട്ട മാതിരി. രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോയി. എന്റെ പൊന്നു സഹോദര, നീ വന്ന് കാത്തിരിക്കല്ലേ, ആ പാവപ്പെട്ട പെണ്ണ് ഭക്ഷണം വിളമ്പിത്തരും, നീ കഴിച്ചോണ്ടിരിക്കും. ആ പാവപ്പെട്ട ഭാര്യ വന്ന് പുറകിൽ നീ ഇരിക്കണ കസേരയുടെ കയ്യും വെച്ചോണ്ട് ഇങ്ങനെ വന്നിരിക്കും, ഇല്ലേ? വന്ന് നിൽക്കോ ഇല്ലയോ? എവിടെ നിന്ന്? അവള് സ്റ്റാർ സിംഗർ കാണാൻ പോകും, നീ വേണേലും നിന്നെ. കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഭാര്യ വന്ന് പുറകിൽ വന്ന് നിൽക്കും. എന്തിനാ അവൾ വന്ന് നിൽക്കുന്നേ? കുടുംബ ബന്ധത്തിൽ നമുക്ക് ഈ ചെറിയ വാക്കല്ലേ ഉള്ളൂ. എന്താ നമുക്ക് ഛേദമുള്ളത്? ഭാര്യ അസ്മ അല്ലെങ്കിൽ ഖദീജ, കൊള്ള നല്ല കറിയാണ് കേട്ടാ, മതി. അന്ന് ഒരാഴ്ചത്തേക്ക് അത് മതി. നമ്മുടെ പുറകിൽ പൂച്ചക്കുട്ടിയെ പോലെ നടക്കും. പെണ്ണിന് അത് മതി സഹോദരങ്ങളെ. അവൾ ചെയ്തത് നല്ലതാന്ന് പറയണം, കൊള്ളാൻ നല്ല കഥയാണ്, നല്ല കറിയാണ്. അള്ളാഹുവിന്റെ ആയിഷാ ബീവി പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതേവരെ ഭക്ഷണം വിളമ്പിയിട്ട് പ്രവാചകൻ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഇത് കൊള്ളത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ബീവി ആയിഷ. വെറുതെയാണ് എന്റെ ഭർത്താവ് ഖുർആന്റെ ഭർത്താവാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ഗൗരവം ഉണ്ടാകരുത്. ഒന്ന് ചിരിക്കണം സഹോദരങ്ങളെ. ചിരിക്കാൻ പറ്റാത്തത് എന്താ? ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ 60 ഞരമ്പുകൾ വർക്ക് ചെയ്യണം. ഒരു മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വരണമെങ്കിൽ 6 ഞരമ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതാ എളുപ്പം? ഒന്ന് ചിരിക്ക് ചെയ്യും. അത് തന്നെ. ഇപ്പൊ 6 ഞരമ്പേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഇരുന്നാലും 60 ഞരമ്പ് വർക്ക് ചെയ്യണം. അപ്പൊ ആരോഗ്യത്തിന് നല്ലതല്ലേ? ചിരി ആയുസ് കൂട്ടുന്നല്ലേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. ആയിഷാ ബീവിയോട് പറയും, നബിയങ്ങൾ ഭക്ഷണത്തെ കുറ്റം പറയില്ല, കൊള്ളാൻ നല്ല ഭക്ഷണമാണെന്ന് പറയുമായിരുന്നു. അത് സമ്മതിച്ചു കൊടുക്കണം. ഇതെങ്ങനെ ഇതിവൻ ദുർവാസാവിനെ പോലെയല്ലോ ഒന്ന്. ആ ഭാര്യയോട് നല്ല വർത്താനം പറയും, അവരോടൊന്ന് സംസാരിക്കുകയും. ആയിഷാ ബീവി ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളയോട് ചോദിക്കും, റസൂലേ എന്താ ആയിഷ നമ്മുടെ കയറെങ്ങനെ ഇരിക്കുന്നു റസൂലേ? ആയിഷ അത് പഴയ പോലെ നന്നായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ആയിഷ. ആയിഷാബി റസൂലുള്ളാഹിക്കും, റസൂലേ അങ്ങേക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട്. റസൂലുള്ള പറയും, ആയിഷ കയറ് പിരിഞ്ഞ് ടൈറ്റ് ആയിരിക്കണ പോലെ നിന്നോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ അങ്ങ് കയറ് പോലെ പിരിഞ്ഞിരിക്കുക. റസൂലുള്ള പറഞ്ഞ ഇപ്പൊ നമ്മളങ്ങ് പറഞ്ഞേക്കണം, പിന്നെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോന്നോ? കൽബ് തുറന്ന നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കാല് പൊക്കിയാ നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ മാതിരി പറയാൻ. കൽബങ്ങ് തുറങ്ങിയ നീയാണ് എന്ന് റസൂലുള്ള പറഞ്ഞിരുന്നു. നമുക്കെന്താ പറഞ്ഞുകൂടെ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആയിഷാ ബീവി ചോദിക്കും, നബിയെ നമ്മുടെ പഴയ കയറെങ്ങനെ ഇരിക്കുന്നു? ആയിഷ പേടിക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട്. വയസ്സായത് കൊണ്ടോ താടി നരച്ചത് കൊണ്ടോ എനിക്ക് നിന്നോടുള്ള ഇഷ്കിന് കുറവ് വന്നിട്ടില്ല ആയിഷ. അപ്പൊ ഭാര്യമാര് നമ്മളോട് ചോദിച്ചാലും മറുപടി പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ജീവിച്ച റസൂലുള്ളാഹിയും ആയിഷാ ബീവിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കും കൂടും. ഇത് ആരുടെ കഥയാണ്? ആയിഷാ ബീവിയുടെ കഥയാണ്. നിങ്ങളുടെ പറഞ്ഞിട്ട് നിർത്തിയാ പോരെ? ഇന്നലെ നിർത്തിയ സമയമായി, ഇച്ചിരി അരമണിക്കൂർ താമസമുണ്ട്. ഇതും കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ച നബിയങ്ങളും ആയിഷാ ബീവി തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അടി കൂടും. ഒരിക്കല് സഹോദരിമാര് കേക്ക് നന്നായിട്ട്. ഇനി ആ വെളിയിൽ നിൽക്കുന്നവരൊക്കെ അകത്തോട്ടിരുന്നോളി. മഴ